ഞാനിതാ കൃത്യസമയത്ത് ലൈവിൽ വന്നിരിക്കുന്നു. ഇന്ന് 4-ാമത്തെ ദിവസമാണ് എൻ്റെ ലൈവിൽ വരവ്. 7 മണി മുതൽ 7:30 വരെയാണ് ലൈവിൽ വരുവാൻ ഞാൻ നിശ്ചയിച്ചിട്ടുള്ള സമയം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിജയം അതെന്താണ്? കൃത്യനിഷ്ഠ. കൃത്യനിഷ്ഠയും അച്ചടക്കവും തമ്മിൽ വ്യത്യാസമുണ്ട്. കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞാൽ വാക്കുപാലിക്കുക എന്നൊക്കെ അതിനർത്ഥമുണ്ട്. എനിക്ക് നിരന്തരമായി ഇങ്ങനെ കൃത്യം 7 മണിക്ക് ലൈവിൽ വരാൻ കഴിയുന്നുവെങ്കിൽ ഞാനൊരു വാക്കുപാലിക്കുന്ന ആളാണ്. അതിന് ഒരുങ്ങിക്കൊണ്ട് ഞാൻ മുന്നൊരുക്കം നടത്തുകയാണ്. ഞാൻ ഒരു 6:30-ക്ക് എഴുന്നേൽക്കുന്നു. അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ ലൈവിൽ വരുന്നു. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? പലരും ധരിച്ചിരിക്കുന്നത് പണം സമ്പാദിക്കുക, സമൂഹത്തിൽ മാന്യനാവുക, അഭിമാനം കൊള്ളുക, അഹങ്കാരിയാവുക, ഇതൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ ആവശ്യമെന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. എന്നാൽ ഞാൻ അങ്ങനെ ധരിക്കുന്നില്ല. ഞാൻ ഇന്ന് സത്യത്തിൽ ഒരു ധനികനാണ്. നിങ്ങളങ്ങനെ ഞാൻ പറയുമ്പോൾ എന്നെ മോശക്കാരനായി കാണരുത്, അതൊരു സത്യമാണ്. ധനികൻ എന്ന് പറഞ്ഞാൽ പണം ആവശ്യത്തിന് തികയുന്ന ആളെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത്. മനസ്സിലാക്കുക, പണം ആവശ്യത്തിന് തികയുന്ന ആളാരോ അയാളാണ് ധനികൻ. അല്ലാതെ എനിക്ക് 5 കോടിയുടെ സ്വത്തുണ്ട്, 2 കോടിയുടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ഇതൊന്നും ഒരാളെ ധനികനാക്കുന്നില്ല. പണത്തിൻ്റെ ആവശ്യം തികയുന്ന ആരും ധനികനാണ്. ഞാൻ ജീവിക്കുന്നത് സത്യത്തിൽ 18,000 രൂപ പ്രതിമാസം ചിലവാക്കിക്കൊണ്ടാണ്. എൻ്റെ കുടുംബത്തിലെ ഭക്ഷണ കാര്യങ്ങളും ഞാനാണ് നോക്കുന്നത് ഈ 18,000 രൂപ കൊണ്ട്. എന്നിട്ടും എനിക്ക് ചിലപ്പോൾ 2-3,000 രൂപയൊക്കെ ഒരു മാസം മിച്ചം വരുന്നുണ്ട്. അത്രയും ലളിതമായ ഒരു ജീവിതമാണ് നയിക്കുന്നത്. ഈ ലളിതമായ ജീവിതം നയിക്കുന്നത് എനിക്ക് പണമില്ലാത്തത് കൊണ്ടല്ല, എനിക്കത് മതി എന്ന് തോന്നുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന കാര്യം, ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള, അത് ഗുണം അല്ല, ആവശ്യമുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അത് സമൂഹം നിശ്ചയിക്കുന്നതൊക്കെയാണ് ഗുണം. ഏറ്റവും ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ സന്തോഷമാണ്, തൃപ്തിയാണ്. ഞാൻ സംതൃപ്തി എന്ന് പോലും പറയുന്നില്ല. സംതൃപ്തി എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരാൾ വേണം, മറ്റൊരു കാരണം വേണം. തൃപ്തി എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരാൾ വേണ്ട, മറ്റൊരു കാരണം വേണ്ട. സ്വന്തം ഹൃദയത്തിൽ, സ്വന്തം മസ്തിഷ്കത്തിൽ, സ്വന്തം ബോധത്തിൽ, അഹത്തിൽ, അങ്ങനെയാണ് സാഹിത്യ ഭാഷയിൽ പറയേണ്ടത്. എൻ്റെ അഹത്തിൽ സംഭവിക്കുന്നതാണ് തൃപ്തി എന്ന് പറയുന്നത്. ഞാൻ ഈ തൃപ്തി എന്ന പദത്തിൻ്റെ ഇംഗ്ലീഷ് പദമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊന്നുമില്ല. എനിക്ക് ഇംഗ്ലീഷ് കൂട്ടി വായിക്കാൻ പോലും അറിയില്ല. അത്രയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസമില്ലാത്ത ഒരാളാണ് ഞാൻ എൻ്റെ മൊബൈലൊക്കെ മലയാള ഭാഷയാക്കിയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ മൊബൈൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ആദ്യം പറയുന്ന ഒരു വിഷയം സന്തോഷം. അതിലും വലിയ സന്തോഷമില്ല. ഒരു മനുഷ്യന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ആവശ്യം സന്തോഷമാണെന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നു. കാരണം, ഇത് പറയാനൊരു കാരണമുണ്ട്. നമ്മൾ എല്ലാ സമയത്തും സന്തോഷവാനാകാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നമുക്ക് എല്ലാ സമയത്തും സന്തോഷവാനാകാൻ കഴിയുന്നില്ല. പല സമയത്തും, ഒരു ദിവസത്തിൻ്റെ തന്നെ പല സമയത്തും നമ്മൾ ദുഃഖിതനാകുന്നുണ്ട്. എല്ലാവരും അങ്ങനെയായിരിക്കും, എല്ലാ മനുഷ്യരും അങ്ങനെയായിരിക്കും. അതൊരു പ്രധാനമന്ത്രി ആയാലും
അല്ലെങ്കിൽ ഒരു പോലീസിലെ ഉന്നത അധികാരിയായാലും, അല്ലെങ്കിൽ ആരുമാകട്ടെ, ഭരണാധികാരിയോ സിനിമാ സ്റ്റാറോ സാഹിത്യകാരനോ ഒരു കൂലിപ്പണിക്ക് പോകുന്നവനോ ലക്ഷം വീട്ടിൽ താമസിക്കുന്നവനോ അല്ലെങ്കിൽ 5000 സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സ്ക്വയർ ഫീറ്റുള്ള വീട്ടിൽ താമസിക്കുന്ന ധനികനോ ആരുമാകട്ടെ, ഒരു ദിവസം മുഴുവൻ പൂർണ്ണ അർത്ഥത്തിലും സന്തോഷവാനായിരിക്കുക, അതാണ് നമ്മുടെ പരമമായ ലക്ഷ്യമായിരിക്കേണ്ടത്. അതിന് തടസ്സമായി വരുന്നത് എന്താണെന്ന് നമ്മൾ തന്നെ ചിന്തിക്കുക. നമ്മൾ അതിനൊരു ഗുരുവിനെ തേടേണ്ടതില്ല, ഒരു പുസ്തകത്തെ തേടേണ്ടതില്ല, അതൊന്നും ആവശ്യമുള്ള കാര്യമല്ല. നമ്മുടെ വിജ്ഞാനം നമ്മളാണ് തിരഞ്ഞെടുക്കേണ്ടത്. നമ്മളാണ് നമ്മുടെ വിജ്ഞാനം തിരഞ്ഞെടുക്കേണ്ടത്. ഞാൻ ഇവിടെ ഇപ്പോൾ ഇന്ന് അവതരിപ്പിക്കുന്നത് ഒരു പ്രഭാഷണം പോലെയാണ്. അല്ലെങ്കിൽ പ്രഭാഷണം എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല, പ്രസംഗം എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഇതിനെ സത്സംഗം എന്ന് പേര് കൊടുക്കുന്നു. സത്സംഗം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്നെ കാണാൻ വരിക. നിങ്ങൾ സമയമുണ്ടാക്കി വരണമെന്ന് തന്നെ ഞാൻ പറയും. അല്ലാതെ സമയമില്ലാതെ വരരുത്. സമയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സന്തോഷിക്കാൻ ഉള്ളതാണ് സമയം. എല്ലാ സമയം സന്തോഷിക്കുന്നതായിരിക്കണം, സന്തോഷമുള്ളതായിരിക്കണം. എൻ്റെ മകളതിന് ഹാപ്പി 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 എന്നാണ് പറയുന്നത്. ഹാപ്പി ഓവിയ എന്നാണ് എൻ്റെ മകളുടെ ഇൻസ്റ്റാഗ്രാം. 16,000 പേര് എൻ്റെ മകളുടെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. 16,000 ആണെന്ന് തോന്നുന്നു, അതോ അതിലും കൂടുതലുണ്ടോ എന്നറിയില്ല. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ആരാണുള്ളതെന്ന് ചോദിച്ചാൽ ആരുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് നമുക്ക് എന്തു പ്രയോജനമുണ്ടാക്കാം, എന്ത് ലാഭമുണ്ടാക്കാം? ലാഭമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക ലാഭമല്ല. ഇൻസ്റ്റാഗ്രാം കൊണ്ട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനൊക്കെ സാധിക്കും. എൻ്റെ മകൾക്ക് ഇന്ന് ഒരു പരസ്യം മകൾ സെൽഫായിട്ട് ഇട്ടാൽ, എന്തെങ്കിലും ഓയിലിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തിൻ്റെയെങ്കിലും ഒക്കെ ഒരു പരസ്യം സെൽഫായിട്ട് ഇട്ടാൽ 1,00,000 രൂപ കമ്പനിക്കാർ കൊടുക്കും. അങ്ങനെ ഒരു പരസ്യം എൻ്റെ മകൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. കമ്പനിക്കാർ അതിന് 1,00,000 രൂപ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ മകൾ വിചാരിക്കുകയാണെങ്കിൽ മാസം 1,00,000 രൂപ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ മകൾക്ക് സമ്പാദിക്കാൻ കഴിയും. പക്ഷേ മകളത് അങ്ങനെ കാര്യമായി അത് കാണുന്നില്ല. മകൾക്ക് ഒരു മാസം 1,00,000 രൂപ വരുമാനമുണ്ടാക്കുന്നത് പോലും അത്ര ആവശ്യമായി തോന്നുന്നില്ല. മകൾക്ക് ഒരു ഈവൻറ്റിന് പോയാൽ 3,00,000 രൂപ കിട്ടും. ഞാനിത് വീമ്പ് പറയാൻ വേണ്ടി പറയുന്നതല്ല. ഞാനിത് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയാനാണ്. എൻ്റെ മകളുടെ മനസ്സ് പ്രവർത്തിക്കുന്നത് പണത്തോട് ആർത്തിയില്ലാതെയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ആയിത്തീർന്നതെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ 1 കോടി വിലമതിക്കുന്ന ജാഗ്വർ കാർ പോലും എൻ്റെ മകൾ വാങ്ങി. 1 വർഷം കഴിഞ്ഞപ്പോൾ അത് 20,00,000 രൂപ നഷ്ടത്തിന് വിൽക്കുകയും ചെയ്തു. ഇന്ന് എൻ്റെ മകൾ ഉപയോഗിക്കുന്നത് നിസാൻ കമ്പനിയുടെ മൈക്ര എന്ന കാറാണ്. ഇന്നത് വിൽക്കുകയാണെങ്കിൽ 1,50,000 രൂപയേ കിട്ടുകയുള്ളൂ. അതാകെ പാട്ട പോലെ ഞെളങ്ങിയിരിക്കുന്നു. ഞാൻ മകളോട് പറഞ്ഞു, ഈ കാറിൻ്റെ ഞെളക്കമൊന്ന് മാറ്റണ്ടേ? അപ്പോൾ എൻ്റെ മകൾ അതിനൊരു ഉത്സാഹവും കാണിച്ചില്ല. അതിൻ്റെ ആവശ്യമില്ലെന്നാണ് മകൾ ഇപ്പോൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് മുന്നിൽ ഒരു മാന്യത അഭിനയിക്കാനുള്ള ആഗ്രഹം ഇന്ന് എൻ്റെ മകൾക്കില്ല. എനിക്കും അത് തന്നെയാണ് സംഭവിച്ചത്. ഞാനും അങ്ങനെ ആയിരിക്കുന്നു. സമൂഹത്തിന് മുന്നിൽ ഒരു മാന്യത വരുത്തുന്നതിന്, അഭിമാനം കൊള്ളുന്നതിന്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ബഹുമാനം പിടിച്ചെടുക്കുന്നതിന് ഉള്ളൊരു ശ്രമവും എൻ്റെ ഭാഗത്തു നിന്നുമില്ല. ഞങ്ങൾ ഇന്ന് ധനികരാണ്. പക്ഷേ സമൂഹം എൻ്റെ ധനികതയൊന്നും അംഗീകരിക്കില്ല. കാരണം എന്താ? ഞാൻ സമൂഹത്തിലേക്ക് എൻ്റെ ധനമൊന്നും ഒഴുക്കുന്നില്ല. ആർക്കും ഞാൻ ഒരു സഹായവും ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ സമൂഹത്തിന് എന്നെക്കൊണ്ട് എന്തു പ്രയോജനമാണ്?
ഒരു പ്രയോജനവുമില്ല. ഒരു ധനികനെ കൊണ്ട് ഒരാൾക്ക് ഒരു പ്രയോജനവുമില്ല. അംബാനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനെന്നാണ് ഞാൻ കേൾക്കുന്നതും അറിയുന്നതും. അയാളെ കൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒന്ന് ചിന്തിക്കുക. 299 രൂപയ്ക്ക് ഞാൻ എൻ്റെ നെറ്റ് ചാർജ് ചെയ്തിരുന്നതാണ് 28 ദിവസത്തേക്ക്. അതിപ്പോൾ 350 രൂപയാക്കിയിരിക്കുന്നു. 50 രൂപ വർദ്ധിപ്പിച്ചു. അയാളൊരു ഒരു കല്യാണം നടത്തി കഴിഞ്ഞപ്പോൾ അത് 50 രൂപ വർദ്ധിപ്പിച്ചു. ഒരു പാവപ്പെട്ടവനെ സംബന്ധിച്ച് ഈ 50 രൂപയുടെ വർധനവ് വലിയൊരു വർധനവാണ്. അവൻ്റെ മാസ ബഡ്ജറ്റിൽ അത് താങ്ങാനാകാതെ വരികയാണ്. ഒരു മാസം അവന് 50 രൂപ കൂടുതൽ ചെലവിലേക്ക് നെറ്റ് എത്തിച്ചിരിക്കുന്നു. അംബാനി എത്തിച്ചിരിക്കുന്നു. അതിൻ്റെയൊക്കെ സൂത്രധാരൻ അംബാനിയാണ്. ഞാൻ അംബാനിയെ വിമർശിക്കാനല്ല ഇത് പറഞ്ഞത്. എൻ്റെ വിഷയത്തിൽ നിന്ന് ഞാൻ വിട്ടുപോകുന്നില്ല. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഓരോ മനുഷ്യൻ്റെയും ലക്ഷ്യം പ്രസിദ്ധനാകണമെന്നാണ് കുറേ ധനമുണ്ടാക്കിയതിന് ശേഷം ഒരാളുടെ ലക്ഷ്യം. ഞാൻ കുറച്ചു കാലം അല്ലെങ്കിൽ കുറേ കാലം ഒരു പ്രസിദ്ധനായിരുന്നു. ഒരുപക്ഷെ ഒരു കുപ്രസിദ്ധനായിരുന്നു. ബോധിനി എന്ന പേരിൽ പോസ്റ്റർ അടിച്ച് മതിലുകളിൽ പതിച്ച് ആശയപ്രചരണം നടത്തിയിരുന്ന ഒരു ധീരനായിരുന്നു ഞാൻ. ഒരു വെല്ലുവിളിയോടെയാണ് ഞാൻ അന്ന് സമൂഹത്തിലേക്ക് അതൊക്കെ ചെയ്തിറങ്ങിയത്. അന്ന് എൻ്റെ ജീവൻ അപഹരിക്കപ്പെടുമെന്ന് എന്നോട് തന്നെ പലരും പറഞ്ഞിരുന്നു. സഭയ്ക്കെതിരെ ഞാൻ ആഞ്ഞടിച്ചു. സാമൂഹികമായ പല വിഷയങ്ങൾക്കുമെതിരെ ഞാൻ ആഞ്ഞടിച്ചു. എന്നെ അറിയുന്ന ലക്ഷങ്ങളുണ്ടായി. പക്ഷെ എന്നെ കണ്ടാലറിയുന്ന ആരും ഉണ്ടായിരുന്നില്ല. കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ബോധിനി എന്ന് കേട്ടാൽ ഇന്നും ബോധിനി എന്ന് കേട്ടാൽ ധാരാളം പേർക്കറിയാൻ കഴിയും. ഞാനിനി എന്നെക്കുറിച്ച് ഇടയിൽ കയറി എന്തെങ്കിലും പറഞ്ഞാൽ അത് യാദൃശ്ചികമായി പറയുന്നു എന്ന് കരുതിയാൽ മതി. ഇപ്പോൾ ഞാനിവിടെ ഒരു കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ കയ്യിൽ പിടിച്ചു കൊണ്ടുവന്ന ഒരാശയമേ എനിക്കുള്ളൂ. സന്തോഷം. എങ്ങനെ സന്തോഷം ഉണ്ടാക്കാം? അത് കുടുംബത്തിൽ എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുക എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. ഞാൻ അങ്ങനെയല്ല. എനിക്കെങ്ങനെ സന്തോഷം ഉണ്ടാക്കാം? എൻ്റെ മകളുടെ സന്തോഷം വേറെയാണ്, എൻ്റെ സന്തോഷം വേറെയാണ്, അല്ലേ? എൻ്റെ മകളുടെ സന്തോഷം എന്താണെന്ന് എനിക്കറിയില്ല. അത് നമ്മുടെ ഹൃദയത്തിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഒരാളുടെ സന്തോഷം എന്താണെന്ന് പറയാൻ അവിടെ മുഖത്ത് നോക്കി പോലും കഴിയില്ല. നമ്മൾ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്, സമർത്ഥമായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ബുദ്ധിമാൻ. അതുകൊണ്ട് അയാളുടെ സന്തോഷം എന്താണെന്ന് പറയാൻ പറ്റില്ല. ഒരു കോടീശ്വരൻ്റെ സന്തോഷം എന്താണെന്ന് അയാൾക്ക് മാത്രമേ പറയാൻ കഴിയൂ. പക്ഷേ എനിക്കൊരു അഭിപ്രായമുണ്ട്, കോടീശ്വരൻ സന്തോഷത്തിലാണ്. അതെനിക്ക് മനസ്സിലാകുന്നത് എങ്ങനെയെന്നാൽ, എനിക്ക് പണത്തിന് ഒരു ബുദ്ധിമുട്ടില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന ഞാനൊരു കോടീശ്വരനാണ്. പക്ഷെ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി കോടീശ്വരന് സന്തോഷമുണ്ടാകുമെന്ന്. എൻ്റെ കയ്യിൽ ഇന്ന് ഒരു 100 രൂപയ്ക്ക് ചാള മേടിക്കാൻ ഒരു മാർഗവുമില്ലാതെ ഞാൻ നേരം പുലർത്തുകയാണെങ്കിൽ അതെനിക്ക് സന്തോഷമുണ്ടാകുമോ? ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ സന്തോഷമുണ്ടാകുന്നതിന് പണം ആവശ്യമാണ്. പക്ഷെ അധികം പണം വേണോ? അധികം പണം വേണ്ട. എൻ്റെ കുടുംബത്തിൽ 9 മക്കളുണ്ട്. അതിൽ 4 പെൺമക്കളും 5 ആൺമക്കളുമാണ്. അതിൽ താഴെയുള്ള ആളാണ് ഞാനായിരുന്നു എൻ്റെ കുടുംബത്തിലെ ഏറ്റവും ദരിദ്രനായ മനുഷ്യൻ. ഒരു 15 വർഷം മുൻപ് 9 മക്കളിൽ ഏറ്റവും ദരിദ്രനായ മനുഷ്യൻ ഞാനായിരുന്നു. അന്ന് ഞാൻ ദരിദ്രനായിരിക്കുന്ന സമയത്താണ് എൻ്റെ താഴെയുള്ള പെങ്ങള് അമേരിക്കയിലാണ് താമസമായിരുന്നു. ഭർത്താവും ഭാര്യയും കുട്ടികളുമൊക്കെ അമേരിക്കയിൽ താമസമായിരുന്ന എൻ്റെ താഴെയുള്ള പെങ്ങള്, പേര് പറയുന്നതിൽ തെറ്റില്ല, ഷെർലി എന്നാണ് പേര്. അപ്പോൾ അവരുടെ ഒരു വീട്, ഞാനൊരു ഓടിട്ട വീട്ടിലാണ് താമസിച്ചിരുന്നത്. എൻ്റെ തറവാട് വീടാണ് എൻ്റേത്. അതൊരു ഓടിട്ട വീടാണ്. എന്നാൽ എൻ്റെ പെങ്ങൾ പണിതത് 3500 സ്ക്വയർ ഫീറ്റുള്ള
ഒരു കൊട്ടാരമായിരുന്നു. ഇന്ന് ഞാനതിനെ കൊട്ടാരം എന്നൊന്നും വിളിക്കുന്നില്ല. കാരണം എൻ്റെ വീടും 3000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇന്ന്. എൻ്റെ വീടും എൻ്റെ പെങ്ങളുടെ വീടും നോക്കുകയാണെങ്കിൽ 500 സ്ക്വയർ ഫീറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. എൻ്റെ വീടും അതിമനോഹരമായൊരു വീടാണ്. ഇന്ന് എൻ്റെ വീടിന് 2 കോടി രൂപ വില മതിക്കും. ഞാനിവിടെ അത് തുറന്നു പറയുന്നത് ഒരു ഭയവുമില്ലാതെയാണ്, ഒരു ആശങ്കയുമില്ലാതെയാണ്, ഒരു സംശയവുമില്ലാതെയാണ്. എന്തുകൊണ്ട് ഞാൻ താമസിക്കുന്ന വീടിന് 2 കോടി രൂപ വില വരുമെന്ന് എനിക്ക് പറഞ്ഞുകൂടാ? ഞാൻ വിഷയത്തിൽ നിന്ന് വിട്ടുപോകാതെ ഇവിടെ മറ്റൊരു വിഷയം ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ എങ്ങനെ സന്തോഷമായിരിക്കാം, അതാണ് വിഷയം. ഇനി ഞാൻ എൻ്റെ വിഷയത്തിൽ നിന്ന് ഒരു ഉപവിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നലെ ഞാൻ രാവിലെ ഉണർന്നു, ഒരു വീഡിയോ എടുത്തു. എന്നിട്ട് ആ ലൈവ് എടുത്തു. ആ ലൈവ് ഒന്ന് കേട്ടു. അത് കഴിഞ്ഞ് ഞാൻ 3:30 മണി വരെ എൻ്റെ മൊബൈലിലായിരുന്നു. അത് ഞാൻ സന്തോഷത്തോടെയാണ് സമയം ചെലവഴിച്ചത്. അതിനിടയിൽ ഉച്ചഭക്ഷണം നല്ല രീതിയിൽ കഴിച്ചു. 3:30 ആയപ്പോൾ ഒന്ന് പുറത്തിറങ്ങാമെന്ന് എനിക്ക് തോന്നി. ഞാൻ ഇവിടെ നിന്ന് 1 കിലോമീറ്റർ മാത്രം അകലമുള്ള കുട്ടനല്ലൂർ സെൻറ്ററിൽ എൻ്റെ ഒരു പരിചയക്കാരനെ, ഞാൻ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അത് തെറ്റാ. അങ്ങനെ ആർക്കും സുഹൃത്തല്ല. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. ആർക്കും സുഹൃത്തല്ല. എന്നെ അയാൾ അഭിമാനമായി കാണുന്നിടത്തോളം മാത്രമേ ഞാൻ അയാൾക്ക് സുഹൃത്താവുള്ളൂ, ആർക്കായാലും. അല്ലെങ്കിൽ പിന്നെ ഞാൻ സുഹൃത്താണോ? ആ വിഷയമാണ് ഞാനിവിടെ പറയുന്നത്. അയാളുടെ പേര് ഫെർണാണ്ടസ് എന്നാണ്. അയാളൊരു ബാറ്ററി വിൽപ്പനക്കാരനാണ്, ബാറ്ററിയുടെ ഏജൻ്റാണ്, ഡീലറാണ്. കുട്ടനല്ലൂർ സെൻറ്ററിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഷോപ്പ്. ഞാൻ അദ്ദേഹവുമായി പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. അങ്ങനെ ഇന്നലെ എനിക്കൊരു മോഹം കടന്നു. അയാൾ ഒരു 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 കമ്പനിയുടെ മാനേജരായിരുന്നു. നമ്മുടെ ഔഷധി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ, ഔഷധി അറിയാമല്ലോ, എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് ഔഷധി. ഔഷധിയുടെ വലിയൊരു സ്ഥാപനം കുട്ടനല്ലൂരുണ്ട്. ആ കുട്ടനല്ലൂരിലെ ഏതോ ഒരു വിഭാഗത്തിൻ്റെ ഡിവിഷൻ്റെ മാനേജരായിരുന്നു അയാൾ. അത്രയേ എനിക്കറിയുള്ളൂ. അയാൾ റിട്ടയർഡാണ്. എൻ്റെ അത്ര പ്രായമുണ്ട്. ഫെർണാണ്ടസ് എന്നാണ് പേരെന്ന് ഞാൻ പറഞ്ഞു. അയാൾക്ക് ഭാര്യയുണ്ട്. അയാൾക്ക് 2 മക്കളുണ്ട്. അയാളുടെ ഒരു മകൻ MBBS ഡോക്ടറാണ്. ഗവൺമെൻറ് സർവീസിൽ ജോലി നോക്കുന്നു. അയാളുടെ മകനെയും ഞാൻ ഒരു ദിവസം ഷോപ്പിൽ വെച്ച് കാണാനിടയായി. അയാളുമായി ഞാൻ കുറേ സംസാരിച്ചു. അയാൾ ചൈനയിലാണ് പഠിച്ചതെന്ന് സംശയമുണ്ട്. 5 വർഷം ചൈനയിലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചൈന വളരെ നല്ല രാജ്യമാണെന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. നമ്മൾ കേൾക്കുന്നത് പോലെയൊന്നുമല്ല എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും ഇങ്ങനെ സംസാരിക്കുമ്പോൾ വിഷയത്തിൽ നിന്ന് വിട്ട് പോകേണ്ടി വരുന്നതിൽ അതെൻ്റെ ഒരു പരിചയക്കുറവാണ് കേട്ടോ. എനിക്ക് പ്രസംഗിക്കാറെ അറിയാത്തതിൻ്റെ ഒരു പരിചയക്കുറവാണ്. അപ്പോൾ ഞാൻ ഈ വിഷയത്തിലേക്ക് വരികയാണ്, ഫെർണാണ്ടസ് എന്ന ആ പരിചയക്കാരൻ്റെ വിഷയത്തിലേക്ക്. 2ാമത്തെ മകൻ വിവാഹം കഴിഞ്ഞു. അവർ ആയുർവേദ ഡോക്ടറാണ് വിവാഹം കഴിച്ചിരുന്നത്. ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. 2 പെൺമക്കളാണ് അയാൾക്കുള്ളതെന്നാണ് 2 ആൺമക്കൾ മാത്രമേ ഉള്ളൂ. ഒരു പെണ്ണും ഉണ്ടെന്ന് തോന്നുന്നു അയാൾക്ക്. അവരും നല്ല നിലയിലാണ്. അപ്പോൾ ഞാൻ അയാളെ സമീപിക്കുകയാണ്. വളരെ പരിചയമുള്ള ആളാണ്. വളരെയധികം കാര്യങ്ങൾ മണിക്കൂറുകളോളം സംസാരിക്കുന്ന ആളാണ്. കാരണം അയാൾക്ക് ഒരുപാട് സമയം ബാക്കിയുണ്ട്. ആ സമയം ബാക്കിയുള്ളത് കൊണ്ട് ഞാൻ അയാളുടെ ഇടയ്ക്ക് ചെന്ന് സംസാരിക്കാറുണ്ട്. അപ്പോൾ ആ മനുഷ്യൻ എന്നോട് ഞാൻ ഒരഭ്യർത്ഥനയുമായാണ് ചെന്നത്. അയാളാണെങ്കിൽ യോഗയുടെ വലിയ ആളാണ്. അയാൾ സ്ഥിരമായി ഈ 60-ാം വയസ്സിലും യോഗ ചെയ്യുന്നു. അയാൾ എല്ലാ ദിവസവും തലകുത്തി നിൽക്കുന്നു. അങ്ങനെയൊക്കെ ഈ 60-ാം വയസ്സിൽ തലകുത്തി നിന്നുകൊണ്ട് യോഗ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. യോഗയുടെ ക്ലാസ്സുകളൊക്കെ ഈ
ഔഷധിയിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാളായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. അത്രയ്ക്കും അയാൾ യോഗയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അയാൾക്ക് അനുഭവമുണ്ട്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനൊരു വീഡിയോയിൽ താങ്കളെ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. താങ്കൾ ഒരു കാര്യം ചെയ്യണം. ഞാൻ ഒന്ന് ചോദിക്കുന്നു ഈ യോഗയെക്കുറിച്ച്. താങ്കളുടെ കുടുംബകാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ചോദിക്കുന്നില്ല, താങ്കളെക്കുറിച്ചോ വ്യക്തിപരമായോ ഒന്നും ചോദിക്കുന്നില്ല. ഈ യോഗയെക്കുറിച്ച് ഒന്ന് ചോദിക്കുന്നു. അതിന് താങ്കളുടെ ആ അനുഭവവും അറിവുമൊന്ന് എന്നോട് ഈ വീഡിയോയിലൂടെ ഒന്ന് പറഞ്ഞു തരാമോ? അയാൾ പറഞ്ഞു, നെൽസ, അതിനെന്നെ കിട്ടില്ല. നിൻ്റെ ദാവൊന്നും എൻ്റെ അടുത്ത് വേണ്ട, അതിനെന്നെ കിട്ടില്ല. എനിക്കങ്ങനെ പ്രസിദ്ധനാവാൻ ആഗ്രഹമില്ല. ഞാൻ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ആളാണ്. ഞാൻ സമൂഹത്തെ ഭയക്കുന്ന ആളാണ്. ഞാൻ സമൂഹത്തിനോട് ഇഴുകിച്ചേർന്ന് സമൂഹത്തിൻ്റെ അഭിമാനം ഏറ്റുവാങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ചോദിച്ചു, നമ്മൾ ഇത്ര സൗഹൃദമൊക്കെയുണ്ട്, ഒരു സെൽഫി നമ്മൾ രണ്ടുപേരും കൂടെ എടുക്കുന്നതിൽ വിരോധമുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, അതിൻ്റെ ഒരാവശ്യമില്ല. ഒന്ന് മനസ്സിലാക്കുക, ഞങ്ങൾ ഇത്ര പരിചയമുണ്ടായിട്ട് അയാൾ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഒരു ബാറ്ററി ഫിറ്റ് ചെയ്യുന്നതിന്. എൻ്റെ സോളാർ ബാറ്ററി കേടുവന്നപ്പോൾ അതിനെ സംബന്ധിച്ച് അയാൾ എൻ്റെ വീട്ടിൽ വന്ന് കോണിച്ചോടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി അത് ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ധാരാളം കാര്യങ്ങൾ ഞാനും അയാളുമായി സംസാരിക്കാറുണ്ട്. അയാളൊരു ധനാഢ്യനാണ്. അയാൾക്ക് 2-3 വീടുകളുണ്ട്, പെൻഷനുണ്ട്, മകൻ ഡോക്ടറാണ്, മരുമകൻ ഡോക്ടറാണ്, ലക്ഷക്കണക്കിന് രൂപ ഒരു മാസം വരുമാനമുണ്ട്. അപ്പോൾ അയാൾ എന്നോട് പറയുകയാണ്, ഒരാളുടെ സ്വത്ത് വിവരം ഒരിക്കലും വെളിപ്പെടുത്തരുത്, അതങ്ങനെയാണ്. 20,000 രൂപയിൽ വിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് ആരോടും പറയരുത്, അത് തട്ടിപ്പറിക്കാൻ സമൂഹം വരും. നീ ചെയ്തത് വലിയ വിഡ്ഢിത്തരമാണ്. നിനക്ക് 5 കോടിയുടെ സ്വത്തുണ്ടെന്നും 2 കോടിയുടെ ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ടെന്നും നീ ഫേസ്ബുക്കിൽ എഴുതി. അത് ഞാൻ വായിക്കാനിടയായി. നീ എന്തു മണ്ടത്തരമാണ് ചെയ്തത്? വല്ല മനുഷ്യരും ഇങ്ങനെ ചെയ്യോ? ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നതും നീ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? നിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് എന്നെ ഒഴിവാക്കി. പേടിച്ചിട്ടാണ്, നിന്നെ പേടിച്ചിട്ട്. നീ ഇങ്ങനെ ചെയ്യരുത്. എനിക്കയാൾ ദീർഘമായ ഒരു ഉപദേശം തന്നു. ഞാനത് മൗനമായി കേട്ടിരുന്നു. അപ്പോൾ ഈ മനുഷ്യൻ ഇത്ര സൗഹൃദമൊക്കെ ഉണ്ടായിട്ടും ഒരു സെൽഫി എടുക്കുന്നതിന് പോലും അനുവദിച്ചില്ല എന്നുള്ളതാണ്. എന്നെ സത്യത്തിൽ അത് വളരെ ദുഃഖിപ്പിച്ചു. ഇന്നലെ എന്ന ദിവസം മുഴുവൻ ഞാൻ സന്തോഷവാനായിരുന്നു. ഫെർണാണ്ടസിൻ്റെ അടുത്ത് ചെന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ദുഃഖിതനായി. എൻ്റെ സുഹൃത്ത് എന്നെ ഒരു സെൽഫി എടുക്കുന്നതിന് പോലും അനുവദിക്കുന്നില്ലല്ലോ. ഞാനൊരു ധനാഢ്യനായിട്ടും, ഞാനൊരു ശുദ്ധ മനുഷ്യനായിട്ടും, ഞാനൊരു നല്ല മനുഷ്യനായിട്ടും. നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു നല്ല മനുഷ്യൻ തന്നെയാണ്. ഈ 61 വയസ്സ് വരെയും ഞാൻ ആരെയും ഉപദ്രവിച്ചില്ല, ആരെയും ദ്രോഹിച്ചില്ല, ആരെയും വേദനിപ്പിച്ചില്ല. ഞാൻ പോസ്റ്റർ അടിച്ചു, 100-ലധികം പോസ്റ്ററുകൾ അടിച്ചു. അതിൽ മതത്തെ വിമർശിച്ചു, അല്ലെങ്കിൽ സമൂഹ പരിഷ്കരണത്തിന് വേണ്ടി ഞാൻ പലതും എഴുതി. എന്നിരുന്നാലും ഒരു വ്യക്തിയെപ്പോലും ഞാൻ ദ്രോഹിക്കാൻ തയ്യാറായില്ല. അന്ന് എനിക്ക് ദ്രോഹിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നു. കാരണം ബോധിനി എന്ന് പറഞ്ഞാൽ അന്ന് തൃശ്ശൂർ ജില്ലയിൽ അറിയപ്പെടാത്ത ആരുമില്ല. ഞാനൊരു കലക്ടറേറ്റിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ അവിടുത്തെ കമ്മീഷണർ മുതൽ ജില്ലാ ജഡ്ജി മുതൽ കലക്ടർ മുതൽ അവിടുത്തെ ഒരു പിയൂൺ വരെ ഈ പേര് കേട്ടിട്ടുണ്ട്. ഞാൻ അത്രയ്ക്കേറെ പ്രസിദ്ധനോ കുപ്രസിദ്ധനോ ആയിരുന്നു. അന്നെനിക്ക് ആരെയെങ്കിലുമൊക്കെ വേദനിപ്പിക്കാമായിരുന്നു, ദുഃഖിപ്പിക്കാമായിരുന്നു, ദ്രോഹിക്കാമായിരുന്നു, വഞ്ചിക്കാമായിരുന്നു. അതൊന്നും ഞാൻ ചെയ്തില്ല. സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി ഞാൻ നടത്തിയ ആ പ്രവർത്തനം കൊണ്ട് എനിക്ക് കിട്ടിയ പ്രതിഫലം എന്തായിരുന്നു എന്നോ? ഒരു പലചരക്ക് കട ഞാൻ നടത്തിയിരുന്നു. ഞാനൊരു ദരിദ്രനായി.
സത്യത്തിൽ ഈ പോസ്റ്റർ പതിക്കുന്നതിൻ്റെ അവസാനത്തിൽ ഞാനായിത്തീർന്നത് എനിക്ക് ഒരു 2 രൂപയുടെ പേന വാങ്ങാനുള്ള ശേഷി പോലുമില്ലാത്ത ഒരു ദരിദ്രനായി. ഇന്നത് ഞാൻ പറയുമ്പോൾ എനിക്ക് കരച്ചിൽ വരും. അത്രയും ഞാൻ ദുഃഖിതനായി. അങ്ങനെയുള്ള ഞാനാണ് ഇന്ന് ധനികനും കോടീശ്വരനുമായത്. എനിക്ക് എന്നെ തന്നെ പറയാൻ കഴിയുന്നില്ല. അപ്പോൾ ആ മനുഷ്യൻ ഒരു സെൽഫി എടുക്കാൻ എന്നെ അനുവദിച്ചില്ല. അങ്ങനെയാണ് ഞാൻ ഇന്നും വിഷമിക്കുന്നത്. ഈ സെൽഫി ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇനി നാളെ എടുക്കാം.